ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വീട്ടിൽ ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി പോയി. മഹാനവറുകൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ കണ്ണിന്റെ കാഴ്ചക്ക് കുറവുണ്ട്. ഞാൻ എന്റെ കുടുംബത്തിന്റെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇപ്പൊ ജമാഅത്തിന് പോകാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. രാത്രിയൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്, കാഴ്ചക്കുറവുള്ളതുകൊണ്ട്. തങ്ങളെ വീട്ടിൽ വരണം, തങ്ങളൊന്ന് വന്നൊരു സ്ഥലത്ത് നിസ്കരിച്ചു തരണം. എന്നാൽ അത്തഖിദുഹു മുസല്ല, ഞാൻ അവിടെ നിസ്കരിക്കാൻ പറ്റിയൊരു സ്ഥലമാക്കിയിട്ട് ഞാൻ അവിടെ അങ്ങനെ നിസ്കരിച്ചോളും. പള്ളിയല്ല, തങ്ങൾ വന്നൊന്ന് നിസ്കരിച്ചു തരണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ വന്ന് കയറിയ ഉടനെ സലാം പറഞ്ഞു ചോദിച്ചു, ഐന തുഹിബ്ബൻ നുസല്ലിയ മിൻ ബൈതിക, നിങ്ങളെ വീട്ടിൽ ഞാൻ എവിടെയാണ് നിസ്കരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ഞാനൊരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. തങ്ങൾ അങ്ങോട്ട് നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. കൂടെ വന്ന സ്വഹാബിമാരൊക്കെ ബാക്കിൽ സ്വഫായി നിന്നു. ളുഹർ നിസ്കാരമോ ഫർള് നിസ്കാരമോ അല്ല, ളുഹാന്റെ സമയത്തുള്ള സുന്നത്ത് നിസ്കാരമാണ്. ളുഹാ നിസ്കാരത്തിൽ ജമാഅത്ത് ശർആക്കപ്പെട്ടിട്ടില്ല. തങ്ങൾ നിസ്കരിക്കുമ്പോ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ബാക്കിൽ സ്വഫായി നിന്നതാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. സ്വഹാബി വന്നിട്ട് പറഞ്ഞു, ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചെറിയ ഒരു ഭക്ഷണം റെഡിയാക്കി വെക്കുന്നുണ്ട്, തങ്ങളൊന്ന് അല്പമൊന്ന് വിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ കുറച്ചൊന്ന് മുന്നോട്ട് കയറി, അപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാർ ഇവിടെ സീറ്റ് ഉണ്ടല്ലോ, പതുക്കെ ബാക്കിൽ ഇരുന്നോളൂ, ഒന്ന് മുന്നോട്ട് ഇവിടെ കുറച്ച് ചേർന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന നേരത്ത് തങ്ങൾ ചോദിച്ചു, ഐന മാലിക് ഇബ്നു ദുഖ്ശും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ കാണേണ്ട ഒരാളാണ് മാലിക് ഇബ്നു ദുഖ്ശും റളിയല്ലാഹു അൻഹു. മാലിക് ഇബ്നു ദുഖ്ശും എവിടെ? അവിടെ കാണാനില്ല, എന്തോ കാരണം ഉണ്ടാകും. അപ്പോഴേക്ക് ഒരാൾ പറഞ്ഞു, നബിയെ, ദാക മുനാഫിഖുൻ ലാ യുഹിബ്ബുല്ലാഹ വറസൂലഹു. മാലിക് ഇബ്നു ദുഖ്ശും മുനാഫിക്കാണ്, അതങ്ങോട്ട് വരാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖുൽ ദാലിക്, അത് പറയരുത്. അലാ തറാഹു ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിഹാ വജ്ഹല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വിശ്വസിച്ച ആളല്ലേ നിങ്ങൾ? ഒറ്റടിക്ക് അങ്ങോട്ട് മുനാഫിക്ക് എന്ന് പറയുന്നത് അതല്ല നബിയെ. മുനാഫിക്ക് ഞങ്ങളോട് ചെറിയ സമ്പർക്കമൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതിന് വേറെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങളൊക്കെ ഒറ്റടിക്ക് നിങ്ങൾ അങ്ങനെ വിധി പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അത് നല്ല ആളുകളെ പറ്റി മനസ്സിൽ തെറ്റിദ്ധാരണ വെച്ചാൽ നമ്മളെ മനസ്സ് പോയി പോകും. പറഞ്ഞാൽ അത് കളവായിട്ട്, അക്ദബുൽ ഹദീസ്, വലിയ കളവായിട്ട് രേഖപ്പെടുത്തപ്പെടും. തെറ്റിദ്ധാരണയുടെ പേരിൽ വരുന്ന വാക്ക് ചെറിയ കളവല്ല. അതുകൊണ്ട് അങ്ങനെ പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർശനമായി പറഞ്ഞു. അവിടെ വരാത്തതിന്റെ പേരിൽ അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. നമ്മളെ വീട്ടിലേക്ക് ഒരാളെ വിളിച്ചു, അയാൾ വന്നില്ല. വരാത്ത വിഷയം പറഞ്ഞപ്പോ വേറൊരാൾ പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടും വന്നിട്ടില്ല. അപ്പൊ മൂന്നാമത്തെ ഒരാൾ പറഞ്ഞു, എന്റെ വീട്ടിലും അങ്ങനെ തന്നെ. അയാൾ സത്യത്തിൽ ഇപ്പൊ നമ്മളോടൊന്നുമല്ല അയാളെ സഹവാസികൾ മാറിയിട്ടുണ്ട് എന്നാ തോന്നുന്നത്. നഊദു ബില്ലാഹ്. 3 പ്രാവശ്യവും അയാൾ കാരണക്കാരനാണ്. ഒരു പ്രാവശ്യം അയാൾ ഹോസ്പിറ്റലിലായിരുന്നു, മറ്റൊരു പ്രാവശ്യം അയാൾക്ക് തന്നെ സുഖമില്ല, വേറൊരു പ്രാവശ്യം അയാൾ മറന്നുപോയി. സംഭവിക്കാലോ, എത്ര അങ്ങനെ സംഭവിക്കാറുണ്ട്. കറക്റ്റ് കല്യാണം പറഞ്ഞ് കല്യാണക്കത്തും വാങ്ങി കീശയിലുണ്ടാവും, പുറത്തുനിന്ന് പോയിട്ടുണ്ടാവില്ല, മറന്നുപോയി. എന്താ അയാൾ വരാതിരുന്നത്? അയാൾക്ക് എന്നോട് എന്തോ വെറുപ്പുണ്ടോ? ഒരു വെറുപ്പില്ല. അങ്ങനെ തോന്നിയാ നീ ചോദിച്ചാ മതി, ക്ലിയർ ആ. ഒരാളെ കുറിച്ച് നിനക്കൊരു തെറ്റിദ്ധാരണ, നീ ചോദിക്ക, ആ പ്രശ്നം തീർന്നു. ഇങ്ങനെയുണ്ട്, ഇല്ല അങ്ങനൊന്നുമില്ല, എന്നാ അങ്ങനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ബഹുമാനപ്പെട്ട ഹാത്തിബ് ബിൻ അബീ ബൽതാഅത്ത് റളിയല്ലാഹു അൻഹു, ഹാത്തിബ് ബിൻ ബൽതാഅത്ത് റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. ആ ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഒരു കത്ത് എഴുതി മക്കയിലേക്ക്. ആ കത്ത് ഒരു പെണ്ണിന്റെ വശം, ആ പെണ്ണ് മക്കയിലേക്ക് പോകാൻ, ആ പെണ്ണിന്റെ കയ്യിൽ കത്ത് കൊടുത്തയച്ചു. എന്താണ് ആ കത്തിലുള്ളത്? മക്കത്ത് കുറച്ച് സ്വത്തുണ്ട് ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന്. അപ്പൊ 1-2 ആളുകളോട് ആ സ്വത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് രഹസ്യമായി മക്ക വിജയത്തിന് വേണ്ടി പോകാൻ വേണ്ടി കാത്തിരിക്കുക.
ആരും അറിഞ്ഞിട്ട് ഇനി അവരൊന്നും പേടിച്ചു പോകണ്ട, സ്വകാര്യമായി പോയി ഉംറക്ക് നിർവഹിച്ച് ഇങ്ങോട്ട് വരാം. ഇവിടെ അങ്ങോട്ട് വരുന്നിട്ട് ഏതെങ്കിലും ആളുകൾ കട്ടിടത്തിന്റെ മുകളിൽ വീണാൽ അവരെ ജീവൻ പോകും. അതുകൊണ്ട് ആരും വിഷമിപ്പിക്കണ്ട, നമ്മൾ സ്വകാര്യമായി പോയി ഉംറ നിർവഹിച്ച് കുടുംബക്കാരൊക്കെ കണ്ട് തിരിച്ചു പോന്നാൽ മതി. എന്നാൽ കാണും, സ്വകാര്യമായിട്ട് പോയി വെടിവെക്കാനല്ല, ഒന്നിനല്ല, സ്വകാര്യമായിട്ട് പോയി ആരും പേടിപ്പിക്കണ്ട. പഠിച്ചവനൊരു 10,000 ആൾക്കാർ വരുന്ന എന്ത് സംഭവിക്കും, ഞാനിപ്പോ തന്നെ കടലിൽ ചാടാണ്. അങ്ങനെ ഒരാൾ ഉദ്ദേശിച്ചു പോകണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരോടും സ്നേഹം കാണിക്കണമെന്ന് പഠിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പോകാൻ ഉദ്ദേശിച്ചപ്പോ ഈ കത്ത് പോയാൽ ഇത് പരസ്യയിപ്പോ, അപ്പൊ ഈ ഉദ്ദേശം നടത്തി. അപ്പൊ ആ കത്ത് വാങ്ങാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെയും മറ്റൊരു സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടു. ഒരു പെണ്ണിങ്ങനെ പോകുന്നുണ്ട്, ആ പെണ്ണിന്റെ കയ്യിൽ ഒരു കത്തിൻ്റെത് വാങ്ങി വരണം. ആ പെണ്ണിനെ ഖാഖ് എന്ന തോട്ടത്തിൽ വെച്ച് അവര് കണ്ടുമുട്ടി. ആ കത്തങ്ങെടുക്കുന്നു. പെണ്ണ് പറഞ്ഞ എന്റെ കയ്യിൽ കത്തൊന്നുമില്ല. കത്ത് നിങ്ങളെ കയ്യിൽ കാരണം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളാണ്, അതുകൊണ്ട് കത്ത് തരണം. കുറെ നിർബന്ധം പറഞ്ഞപ്പോ ആ പെണ്ണ് മുടിക്കെട്ടിന്റെ ഉള്ളിൽ ആ കത്തുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക് സ്വഹാബത്ത് വന്നു. ഈ കത്തിങ്ങനെ വായിച്ചിട്ട് ഹാത്തിബ് റളിയല്ലാഹുവിനെ വിളിച്ചു നബി തങ്ങൾ. ഹാത്തിബ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്താ സംഗതി, നിങ്ങളെ സ്വത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞേക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിഷയം പരസ്യമായി പോലും. ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നുമല്ല നബിയെ, സ്വഹാബിമാർക്കൊക്കെ കുടുംബങ്ങളുണ്ട്, പലരും ഉണ്ട് അവിടെ. ചിലർക്ക് ഇവിടെ ജ്യേഷ്ഠന്മാരുണ്ട്, അവിടെ അനുജന്മാരുണ്ട്, പലരും ഉണ്ട്. എനിക്കവിടെ ആരുമില്ല. എന്റെ ബന്ധുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് 1-2 ആളുകളോട് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്, വേറെ ഒരു ലക്ഷ്യമില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ തീവ്രമായ ഈമാൻ കൊണ്ട് മുന്നോട്ട് നിന്നു. നബിയെ, എന്നെ വിട്ടേക്കണം, ഞാൻ ഈ മനുഷ്യന്റെ പരടി വെട്ടട്ടെ. ഉമറേ, നിങ്ങൾ എന്താണ് കരുതിയത്? ഇന്നഹു ഖദ് ശഹിദ ബദ്റാ. ഹാത്തിബ് റളിയല്ലാഹു അൻഹു ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? ബദറിൽ പങ്കെടുത്ത മഹാനാണ്. ലഅല്ലല്ലാഹ ഇത്ലഅ അലാ അഹ്ലി ബദരിൻ ഫഖാല ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. അല്ലാഹു ബദരീങ്ങളോട് അവരെ മഹത്വം കാരണം നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഞാൻ പുറത്തു തന്നേക്കാം, അല്ലാഹു തആല പറഞ്ഞേക്കും. അത്രയും വലിയ സാഹസികമായ അവസ്ഥ തരണം ചെയ്തവരാണ് ബദരീങ്ങൾ. അതുകൊണ്ട് ഉമറേ, നിങ്ങൾ പിറകോട്ട് നിൽക്കണം, ഒന്നും വിചാരിക്കരുത്. ഹാത്തിബ് റളിയല്ലാഹുവിന്റെ മഹത്വം പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഹാത്തിബ് റളിയല്ലാഹു അൻഹുവോട് ആ വിഷയത്തിൽ നിന്ന് പൊരുത്തം ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ കത്ത് കിട്ടി വിഷയം തേടലോടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഹാബത്തിന്റെ മനസ്സിൽ നിന്നൊക്കെ ധാരണ നീക്കി. അങ്ങനെ വിചാരിക്കാൻ പാടില്ല, മുഴുവനും ധാരണ നീക്കിപ്പോയി. സുബ്ഹാനല്ലാഹ്, തെറ്റിദ്ധാരണ വരുത്തുന്ന വിധങ്ങൾ ധാരാളം ഉണ്ട്. അതും സൂക്ഷിക്കണമെന്ന് ഹദീസിൽ ഓരോരുത്തരോടും കൽപ്പനയുണ്ട്. അതേ, ഒരാള് നല്ല നിലക്ക് ജീവിച്ച് നല്ല നിലക്കങ്ങ് പിരിഞ്ഞുപോയി, നല്ലത് വിചാരിച്ചാൽ മതി, മരിച്ചാളെ പറ്റിയും. അയാളിൽ നിന്ന് തെറ്റ് എന്തെങ്കിലും വെളിവായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് പറയണ്ട. അള്ളാഹും അയാളും തമ്മിലായിക്കോട്ടെ, അള്ളാഹ് പൊരുത്തപ്പെട്ടു കൊടുത്താൽ നമ്മൾ പറഞ്ഞത് വെറുതെയായി പോയി. ഒരു തെറ്റിദ്ധാരണ പേരിലൊരു വാക്ക് പറഞ്ഞു, ആ വാക്കിന്റെ കാരണം കൊണ്ട് 80 അടി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു തെറ്റിദ്ധാരണ മൂലം ഒരു വാർത്ത വന്നു. നിരന്തരം വാർത്തകൾ വരില്ലേ? അങ്ങനെ ആ വാർത്ത അങ്ങനെ ചൂട് പിടിച്ചുപോയി. നമ്മളതങ്ങനെ പലരും ഏറ്റുപാടി അങ്ങനെ പോയി. 1-2 വർഷം കഴിഞ്ഞപ്പോ നിരവധി പറഞ്ഞവർക്ക് എന്ത് കിട്ടി? ഇതൊക്കെ ഇനി വീട്ടണ്ടേ? പറഞ്ഞവർക്ക് എന്ത് കിട്ടും? അതാരെ പറ്റി, ഒരു മനുഷ്യനെ പറ്റി എന്ത് കിട്ടും അവർക്ക്? അതിനല്ലേ ഖദ്ഫ് എന്ന് പറയുക, വ്യഭിചാരം ആരോപിക്കുക. വ്യഭിചാരത്തിന്റെ വിഷയം സാക്ഷി നിൽക്കണമെങ്കിൽ തന്നെ എത്ര കർശനമായ നിബന്ധനകളാണ് വിശുദ്ധ ഇസ്ലാം വെച്ചത്. അല്ലാതെ ഒരാൾ നേർക്ക് നേരെ കണ്ടാലോ അത് പറയാൻ വകുപ്പില്ല, ഉപദേശിക്കാം, അയാളെ വിളിച്ചു ഉപദേശിക്കാം, അയാളോട് പറയാൻ മടിയുണ്ടെങ്കിൽ വേറെ ആളെ കൊണ്ട് പറയിപ്പിക്കാം. മറ്റൊരാളോട് അത് പറഞ്ഞു പരത്താൻ പറ്റില്ല. നമ്മളെ കൂട്ടത്തിൽ നിന്നൊരാള് വേറെ ഒരാളെ കാണുന്നു, അയാള് കട്ടെടുക്കുകയാണ്. ആ കട്ടെടുക്കുന്ന ആള് കട്ടെടുത്തതിനെ പറ്റി മറ്റൊരാളോട് പോയിട്ട് പറയാൻ പറ്റുമോ? പറ്റൂല. സഹോദരങ്ങളെ, അതിന് സാക്ഷി വേണം. ശരിയായ സാക്ഷി ഇല്ലല്ലോ, ഒരാളല്ലേ കണ്ടത്.
അതുകൊണ്ട് കോടതിയിൽ അത് പറഞ്ഞ് കുറ്റക്കാരനാക്കാൻ പറ്റൂല. ആ വ്യക്തിയെ വിളിച്ചുപദേശിക്കാം, അയാളോട് ആ വിഷയം പറഞ്ഞു കൊടുക്കാം. മറ്റൊരാളോട് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റൂല. വിഷയം എന്താണെന്ന് അയാളോട് ചോദിക്കണം. ഒരുപക്ഷെ കിട്ടാനുള്ളത് എന്തെങ്കിലും എടുത്തുകൊണ്ടുവരികയും ആകാം, അങ്ങനെയും സംഭവിക്കും. കൊടുത്ത ഹക്ക് തീരെ തരാത്തത് കൊണ്ട് അയാൾക്ക് ആവശ്യമായത് തിരിച്ചെടുക്കുകയായിരിക്കും, അങ്ങനെയും വരാമല്ലോ. അതുകൊണ്ട് ശരിക്ക് ചോദിച്ച് മനസ്സിലാക്കണം. ഒരാള് മറ്റൊരാളിൽ നിന്ന് കാശെടുക്കുകയാണ്. കാശെടുക്കുന്ന സമയത്ത് നമ്മളത് ടീയിൽ നോക്കുമ്പോൾ അതൊരു തെറ്റായിട്ടാ തോന്നുന്നു. നീ എന്തിനാണ് കാശെടുക്കുന്നത്? എനിക്ക് തരാനുണ്ടയാള്. കിട്ടുന്ന സമയത്ത് എന്നിൽ കാശ് വരുമ്പോ നീ എടുത്തോളോണ്ടിന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഞാൻ എടുക്കുകയാണ്, എനിക്ക് പെർമിറ്റ്. നമ്മളത് ഇട്ടിയിൽ നോക്കുമ്പോ അത് കളവായിട്ട് വായിക്കാം, പക്ഷെ അങ്ങനെ പറഞ്ഞേക്കരുത് പെട്ടെന്ന്. ഇതെന്തിനാണ് സഹോദരങ്ങളെ വിശുദ്ധ ഇസ്ലാം ഇത് പറയുന്നത്? തെറ്റ് ചെയ്യാൻ എല്ലാവർക്കും പെർമിഷൻ കൊടുക്കാനല്ല. പിന്നെയോ കാണുന്നവര് തെറ്റിപ്പോകണ്ട, അവര് വിശദാംശങ്ങൾ ചോദിക്കണം. അല്ലാതെ പറഞ്ഞാൽ തിക്തഫലം ഒരു പക്ഷേ ദുനിയാവിൽ കിട്ടും, അല്ലെങ്കിൽ ആഖിറത്തിൽ കിട്ടും. കണ്ടില്ലേ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തുമ്പോ വലിയൊരു സംഭവം ഉണ്ടായി. മറ്റൊരു നാട്ടിൽ ഒരു സഹോദരി വേറൊരു സഹോദരിയുടെ ജനാസ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേ ഗുഹ്യസ്ഥാനത്തിന്റെ ഭാഗം, സ്വകാര്യ ഭാഗങ്ങളൊക്കെ കഴുകുന്നത് മറ ചുറ്റിയിട്ടാണല്ലോ. എപ്പോഴും പതിവങ്ങനെ തന്നെയാണ്. മറ ചുറ്റിയിട്ട് സ്വകാര്യ അവയവങ്ങൾ കഴുകുന്നിടത്ത് ഈ കഴുകുന്ന പെണ്ണ് പറഞ്ഞുപോയി, മാ അക്സറ മാ യുതാ ബിഹാ. സുബ്ഹാന. ആ പെണ്ണ് ഈ സംഭവം പറഞ്ഞ സമയത്ത് പെണ്ണ് പറഞ്ഞു, ഈ കിടക്കുന്ന ജനാസ, ഈ സ്വകാര്യ അവയവം കൊണ്ട് അള്ളാഹുവിനെ എത്ര ധിക്കാരം ചെയ്തിട്ടുണ്ടാകും എന്ന് ധരിച്ചുകൊണ്ട് പറഞ്ഞതല്ലേ. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ പറയാൻ പറ്റുമോ? അപ്പൊ മരിച്ചു കിടക്കല്ലേ, ഇസ്തിഗ്ഫാറല്ലേ ചോദിക്കേണ്ടത്. ആ പെണ്ണങ്ങനെ പറഞ്ഞ സമയം കൈയവിടെ ഒട്ടിപ്പോയി. അങ്ങനെ സംഭവിച്ചത് കൊണ്ട് പറഞ്ഞതാണോ? അല്ല, ധരിച്ചിട്ട് പറഞ്ഞതാണ്. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഈ കേസെത്തുകയാണ്. കാരണം ഗുഹ്യസ്ഥാനത്ത് കഴുകുന്ന ഈ പെണ്ണിന്റെ കൈ ഒട്ടിപ്പിടിച്ചപ്പോ എങ്ങനെയെങ്കിലും ഇത് കുളി കഴിയണ്ടേ, ജനാസ നിസ്കാരം കഴിഞ്ഞ് മറവ് ചെയ്യണ്ടേ. എത്ര ആളുകൾ ശക്തമായി വലിച്ചിട്ടും കൈ വേർപിരിഞ്ഞു പോരുന്നില്ല. കൈ മുറിച്ചാലും കേടാണ്, അവിടെ മറ്റ് ശരീരം മുറിച്ചാലും ബുദ്ധിമുട്ടാണ്. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അടുത്ത് എത്തിയപ്പോ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, സലൂഹാ മാ ഖാലത് ലമ്മാ വദഅത് യദഹാ അലൈഹാ. ആ പെണ്ണിനോട് നിങ്ങൾ പോയി ചോദിക്കൂ, ആ സ്വകാര്യ ഭാഗത്ത് കൈവച്ചപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്താ പറഞ്ഞത് എന്ന് ചോദിക്കണം. അവര് വന്ന് ചോദിക്കുമ്പോ ഈ വാക്ക് പറഞ്ഞു. എന്തേ നീ പറഞ്ഞത്? പെണ്ണ് പറഞ്ഞു, ത്വലമാ അസാ ഹാദൽ ഫർജു റബ്ബഹു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര ധിക്കാരം ഈ പെണ്ണ് ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഹാദാ ഖദ്ഫുൻ, ഇതൊരു ആരോപണമാണ്, ചെറിയ ആരോപണമല്ല, വ്യഭിചാരാരോപണമാണ്. അതുകൊണ്ട് ഇജ്ലിദൂഹാ 80 ജൽദാ, 80 അടി അടിക്കണം ആ പെണ്ണിനെ. 80 അടി അടിക്കണം, എന്നാൽ ആ കൈ രക്ഷപ്പെട്ടു പോരും. അവർ 80 അടി അടിച്ചപ്പോൾ 80ാമത്തെ അടിയിൽ കൈവേർ പിരിഞ്ഞു പോന്നു. സഹോദരങ്ങളെ, ഒരു വിഷയം തെറ്റിദ്ധരിച്ച് പറഞ്ഞപ്പോൾ വന്ന തിക്തഫലം നോക്ക് നിങ്ങൾ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഗൗരവം പറഞ്ഞത്. വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അദീം. നിങ്ങൾക്കത് ചെറുതാണെന്ന് തോന്നും, അല്ലാഹുവിന്റെ അടുക്കൽ അത് ഭയങ്കരമാണ്. അതുകൊണ്ട് തെറ്റിദ്ധാരണ നന്നായി സൂക്ഷിക്കണം. ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, 3 വിഷയങ്ങൾ എന്റെ ഉമ്മത്തിനെ എപ്പോഴും പിടികൂടിക്കൊണ്ടിരിക്കും. തലാത്തുൽ ലാസിമാത്തുൽ ഉമ്മത്തി. 3 വിഷയങ്ങൾ എന്റെ ഉമ്മത്തിനെ എപ്പോഴും പിടികൂടിക്കൊണ്ടിരിക്കും. സ്വഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ 3 എണ്ണം? 1 അൽ ഹസദു, അസൂയയാണ്.
മറ്റൊരാൾക്ക് അള്ളാഹു എന്തെങ്കിലും നിഅമത്ത് കൊടുത്താൽ അത് ഇൽമു കൊണ്ടോ മാല് കൊണ്ടോ സ്ഥാനം കൊണ്ടോ ഏതുകൊണ്ടുമാകാം, അതിൽ അസൂയ അതെപ്പോഴും പിടിപെട്ടുകൊണ്ടിരിക്കും. മറ്റൊന്ന് സൂഉല്ലന്നീ, തെറ്റിദ്ധാരണയാണ്. മൂന്നാമത്തത് അത്വീറത്തു, ദുശഗുണം കാണലാണ്. ഒരാളെ രാവിലെ തന്നെ കണ്ടു, അന്ന് അയാളെ മുറാദൊന്നും ഹാസിലായില്ല. അപ്പൊ കണ്ട ആളെയായി പിന്നെ പറിച്ചില്ല. രാവിലെ തന്നെ കണ്ടത് അയാളായിപ്പോയി. ഇപ്പൊ കണ്ട ആൾക്കൊരു കുഴപ്പമില്ല, ആരെയാണോ കണ്ടത് അയാൾക്കാ കുഴപ്പം. രാവിലെ തന്നെ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്താ പറയണത്? ആരെയും കണ്ടില്ല എന്നിട്ട് അന്നും ശരിയായില്ല, എന്തു പറയും? ഇന്ന് ആരെയും കാണാത്തതാ കുഴപ്പമൊന്നോ? എന്താ പറയാ? അത് വെറുതെയാണ്, ഇതൊരു കാര്യമായിട്ട് കഴിയുമ്പൊന്നുമില്ല. കാണാത്തൊന്നും ചിലപ്പോ ഉദ്ദേശം നടന്നില്ല എന്ന് വരില്ലേ? എത്ര ഉണ്ടാകലില്ല അങ്ങനെ. കണ്ടു നിലയിൽ ഉദ്ദേശം നടന്നു എന്നും വരൂലേ? അപ്പൊ പിന്നൊന്നും അയാളെ കാണാൻ കഴിയുമോ? ഒരാളങ്ങനെ ഇറങ്ങി വന്നപ്പോ അയാളെ കണ്ടു. അന്ന് മുറാദൊക്കെ ഹാസില, ഉദ്ദേശമൊക്കെ നടന്നു, അന്നൊക്കെ റെഡിയാണ്. അന്ന് ജോലിക്ക് പോയിട്ടൊക്കെ എല്ലാം സന്തോഷാണ്. എന്നും ഇപ്പൊ അയാളെ കാണാൻ കിട്ടുമോ? അങ്ങനെ കിട്ടൂലല്ലോ. അപ്പൊ അത് ഒരു വെറുതെ വരുന്നൊരു വിഷയമാണ്. അതിന്റെ പിന്നാലെ അങ്ങനെ കൂടിയാൽ അതങ്ങനെ പോകും, കാര്യം നടക്കൂല. ഈ മൂന്നെണ്ണവും എപ്പോഴും പിടികൂടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ചോദിച്ചു, നബിയെ മൂന്നെണ്ണം പരിഹരിക്കാൻ എന്താ മാർഗം? ഒന്ന് ഹസദല്ലേ, നിങ്ങൾ നോക്ക്, അതെത്ര കടുപ്പുള്ളതാ, വളരെ കടുപ്പുള്ളതല്ലേ ഹസദ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹാസിദീങ്ങൾക്ക് ഏറ്റവും വലിയ മോശത്തരം എന്താണ്? നിങ്ങൾ റാസി ഇമാം റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് വിശദീകരിച്ചപ്പോ പറഞ്ഞു, അവർ ഈമാനിന് കുറവുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈമാൻ എങ്ങനെ കുറവ്? കാരണം ഹസദിന്റെ അർത്ഥം എന്താ? ഹസദിന്റെ അർത്ഥം മറ്റൊരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്ത് നീങ്ങിക്കിട്ടണമെന്ന് ആഗ്രഹിക്കും. ഒരാള് വലിയ ഉദ്യോഗസ്ഥനായി, അയാൾക്ക് അല്ലാഹു കൊടുത്ത നിഅമത്തല്ലേ, അൽഹംദുലില്ലാഹ് എന്നല്ലേ നീ പറയേണ്ടത്? നിനക്കെന്തിനാണ് അതിലൊരു ബുദ്ധിമുട്ട്? അല്ലെ നിന്റെ കുട്ടികളെക്കാളും സൗന്ദര്യം നിന്റെ ജ്യേഷ്ഠന്റെ മക്കൾക്ക് അല്ലാഹു കൊടുത്തു, അഞ്ചന്റെ മക്കൾക്ക് കൊടുത്തു, അൽഹംദുലില്ലാഹ്, അതും കാണാലോ, സന്തോഷല്ലേ. പക്ഷെ അങ്ങനല്ലല്ലോ. പിന്നെ മിണ്ടുന്നില്ല. എന്തായാൾ മിണ്ടാത്തത്? പലപ്പോഴും മിണ്ടി നോക്കി, സംസാരിച്ചു നോക്കി, അയാൾക്ക് എന്തോ ഒരു അകൽച്ച. ഒന്നുമല്ല, സംഗതി ഇതാണ്. നീയും അയാളും രണ്ടുപേരും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. പക്ഷെ നീ ഇന്റർവ്യൂവിൽ ജയിച്ചു, അയാൾ ജയിച്ചില്ല. അതങ്ങനെ തീരുമാനമാണ്. അയാൾക്ക് മറുപടി പറയാൻ പറ്റിയത് നിനക്ക് മറുപടി പറയാൻ പറ്റിയത് അയാൾക്ക് പറ്റിയില്ല. മുമ്പ് രണ്ടാൾക്കാര് ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. അപ്പൊ ഇവർക്ക് കൂടുതൽ അങ്ങനെ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അപ്പൊ വേറൊരാൾ പറഞ്ഞു കൊടുത്തു, ആദ്യം ചോദിക്കുന്നതിനൊക്കെ യെസ് എന്ന് പറയണം, രണ്ടാമോ ചോദിക്കുന്നതിന് നോ എന്ന് പറഞ്ഞാൽ മതി. ഇതും കേട്ട് ഇവര് പോയിട്ട് പങ്കെടുത്തപ്പോ ആദ്യം തന്നെ ചോദിച്ചു, മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇതെന്താന്ന് മനസ്സിലായില്ലല്ലോ. അപ്പൊ കേട്ടപാടെ ഒരാൾ പറഞ്ഞു യെസ് എന്ന്. യെസ് എന്ന് പറഞ്ഞപ്പോ അപ്പുറത്ത് നിൽക്കുന്ന ആൾ നോക്കുന്നു, എന്താണ് ഇയാൾ ചെയ്യുന്നത്? ആദ്യത്തിന് യെസ് എന്നല്ലേ വരാൻ പറഞ്ഞു. ഒരാളോട് ആദ്യം ചോദിക്കുന്നത്, അയാൾ യെസ് എന്ന് പറഞ്ഞപ്പോ അവിടെ നേരെ ടിക്കിട്ടു. വിവാഹിതനാണെങ്കിൽ ജോലിക്ക് പറ്റൂല, വിവാഹം ചെയ്യാത്തവരെ വേണ്ടത്. അയാൾ തോറ്റുപോയി. അയാൾ അങ്ങനെ യെസ് പറഞ്ഞുകൊണ്ടാണ് തോറ്റത് എന്ന് മറ്റയാൾക്ക് മനസ്സിലായപ്പോ ഇതേ ചോദ്യം മറ്റയാൾ ചോദിച്ചപ്പോ മറ്റയാൾ നോ എന്ന് പറഞ്ഞു. സത്യത്തിൽ ആള് വിവാഹിതനാണ്, നോ എന്ന് പറഞ്ഞു. കാരണം ഇത് സംഗതി തിരിഞ്ഞിട്ട് പറഞ്ഞതല്ല, അയാൾ യെസ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ സത്യത്തിൽ ഇങ്ങനെ റിമാർക്ക് വീണത്. അതുകൊണ്ട് നോ എന്ന് പറഞ്ഞു നോക്കിയത് പക്ഷെ ശരിയാകാൻ സാധ്യത ഉണ്ട്. ചോദിക്കുന്നതിന് അർത്ഥം തിരിഞ്ഞിട്ടില്ല. പിന്നെ പുറത്തു പോയപ്പോ എന്ത് നിങ്ങളോട് ചോദിച്ചത്, മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ അറബിയിൽ മുതസവ്വജ് ഗൈറു മുതസവ്വജ് എന്ന് ചോദിക്കും. ചോദിച്ചതിന്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. നിങ്ങൾ യെസ് നോ പറയാൻ പറഞ്ഞോണ്ട് ആദ്യം യെസ് ഞാൻ പറഞ്ഞു. സത്യത്തിൽ ആദ്യം യെസ് പറഞ്ഞ ആള് കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ യെസ് ആദ്യം പറയാൻ പറഞ്ഞോണ്ട് അങ്ങനെ പറഞ്ഞതാ. അയാൾ കിട്ടിയില്ല, മറ്റയാൾക്ക് കിട്ടി. അയാളങ്ങനെ ജോലിക്ക് ഏറ്റവും കിട്ടി, അയാൾ പോയി, കിട്ടിയ വിഷയത്തിൽ പോയി. കാരണം അയാൾ അങ്ങനെ യെസ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആയതാണ്. സത്യത്തിൽ അയാൾ അങ്ങനെ ഒരു നുണ പറയാൻ ഉദ്ദേശിച്ച് പറഞ്ഞതും അല്ലല്ലോ. നോ എന്ന് പറഞ്ഞു, മറ്റയാൾ യെസ് പറഞ്ഞുകൊണ്ട് കിട്ടാത്തതാണ്. ഞാനൊന്ന് നോ എന്ന് പറഞ്ഞു നോക്കിയാലൊന്നും ഇല്ല, അയാൾ കിട്ടി. അയാളങ്ങനെ ജോലിയൊക്കെ കയറി, നല്ല ശമ്പളം കിട്ടി. 2-3 വർഷം കൊണ്ട് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വീട്ടി
ലാൻഡൊക്കെ വാങ്ങി അത്യാവശ്യം സൗകര്യമുള്ള ഒരു വീടൊക്കെ വെച്ച് അയാളെ കുട്ടികളൊക്കെ നന്നായി പഠിപ്പിച്ച് ഒരു 5 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് നോക്കുമ്പോ മറ്റയാൾ മിണ്ടുന്നില്ല. സലാം പറഞ്ഞോക്കിട്ട് മിണ്ടുന്നില്ല. ഒപ്പം ഒരേ കൂട്ടുകാരല്ലേ, അവരെങ്ങനെ പിണങ്ങും? ആ രൂപത്തിൽ ചെറുപ്പകാലം മുതൽക്കേ പഠിച്ചു വന്നവരും ഒപ്പം ജോലി എടുത്തവരൊക്കെയാണ്. പക്ഷെ മിണ്ടുന്നില്ല. എന്താ അതിന്റെ കാരണം? അതാണ് ഹസദ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരം പറഞ്ഞെടുക്കുന്ന ഇദാ ഹസദ്ത ഫസ്തഗ്ഫിരില്ലാഹ്. ഹസദിന്റെ ചിന്ത വന്നാൽ ഉടനെ പറയണം അസ്തഗ്ഫിറുല്ലാഹൽ അദീം. നീ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. കാരണം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അയാൾക്ക് അക്കൊടുത്തത് ശരിയായില്ല, നിന്റെ മനസ്സിൽ തോന്നിയത് ശരിയായിട്ടില്ല. എങ്ങനെ അയാൾക്ക് അങ്ങനെ കയറ്റം കിട്ടിയത്? എങ്ങനെ ഇയാൾ ഇങ്ങനെ ആയി പോയത്? നീ അത് ചിന്തിക്കണ്ട. നീ അസ്തഗ്ഫിറുല്ലാഹ്. പടച്ചവനെ, നീയാണ് കൊടുക്കുന്നവനും നീയാണ് തടയുന്നവനും. ഞാനത് ചിന്തിക്കുമ്പോ നിന്റെ നിയന്ത്രണത്തിലാണല്ലോ എന്റെ ചിന്തക്ക് തകരാറ് വരുന്നത്. നീ കൊടുത്തതിലാണല്ലോ ഞാൻ മോശം കാണുന്നത്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്. എന്തെങ്കിലും ഒരു ദുശ്ശകുനം നിനക്ക് തോന്നിയാലോ ഫഅംദി, നീ കാര്യങ്ങൾ അങ്ങ് നടപ്പിലാക്കിക്കോ. അതിന്റെ പിന്നാലെ ബേജാറായി നിൽക്കണ്ട. മൂന്നാമതായിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണ തോന്നിയാലോ ചോദിക്കുന്നത് വരെ ഉറപ്പിക്കണ്ട. വിഷയം ചോദിച്ച് അന്വേഷിച്ച് തിട്ടപ്പെടുത്തുന്നത് വരെ നീ ഉറപ്പിക്കരുത്. അങ്ങനെയാണ് എന്ന് സ്ഥിരപ്പെടുത്തരുത്. കാരണം കുറെ കഴിയുമ്പോ ശരിയല്ല നിനക്ക് ബോധ്യമായാൽ നീ ധരിച്ചതുകൊണ്ട് നീ തന്നെ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ധാരണ പശക് വന്നു കഴിഞ്ഞാൽ അതങ്ങനെ ഉറപ്പിക്കാതെ സംശയം നീ ദൂരീകരിക്കണം, വിഷയം ചോദിക്കണം. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ബഹുമാനപ്പെട്ട അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു നേരായ മാർഗത്തിൽ നടക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ട സ്വഭാവങ്ങളിൽ പറഞ്ഞ രണ്ടാമത്തെ സ്വഭാവമാണ് തെറ്റിദ്ധാരണയിൽ നിന്ന് മുക്തമാകണം. സഹോദരങ്ങളെ, തെറ്റ് ചെയ്യുന്ന ആളെ കാണുമ്പോഴും അയാള് നിർവൃത്തിയില്ലാത്തത് കൊണ്ട് തെറ്റ് ചെയ്തതാണെന്നല്ലേ മഹാന്മാരുടെ ധാരണ. അവരെ മനസ്സ് നിങ്ങൾ നോക്കി എത്രമാത്രം സംശുദ്ധമാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മുഖങ്ങൾ ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന മഹാനല്ലേ. അവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു വിജയം നൽകുമാറാകട്ടെ. ആ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി നോക്കുമ്പോ അതാ ഒരു റൂമിൽ ചെറിയ അനക്കം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു എത്തി നോക്കുമ്പോ ഒരാൾ ഇങ്ങനെ ഗോതമ്പ് വാരിക്കൂട്ടുകയാണ്. ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു കണ്ടപാടെ പിടിച്ചു. ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു സത്യത്തിൽ അയാൾ കളവ് നടത്താൻ വന്നതാണ്. അയാളെ കള്ളാന്ന് വിളിച്ചില്ല. ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് മനസ്സിലാക്കി, എന്ത് ഭക്ഷണല്ലേ ആ വാരിക്കൊണ്ടിരിക്കുന്നത്, ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഈ വന്ന് വാരിക്കൂട്ടുന്നത്. അതുകൊണ്ട് മോനെ വാ, ഈ ഗോതമ്പ് കൊണ്ടുപോയാൽ ഒരുപാട് അധ്വാനിക്കണം, ഇതൊന്ന് പൊടിയായി കിട്ടണമെങ്കിൽ. അപ്പുറത്ത് വേറെ ഗോതമ്പുണ്ട്. ഇയാൾ തരിച്ചുപോയി. എന്താ ഇത് സംഭവം? ഇന്നലെ വരെ കാണുമ്പോ ഓടി പലരും അടിച്ച് പിടിച്ചോടി എന്ന് പറയുമ്പോഴേക്ക് രക്ഷാർത്ഥം ഓടിയതാണ്. ഇന്നെന്താ ഇങ്ങനെ? അത്ഭുതത്തോടെ നിന്നുപോയി. നമ്മൾ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കൂല, പെട്ടെന്ന് കഴിച്ചിട്ടാവും. കാരണം അത് അടിക്കാന്ന് മനസ്സിലാവും. നല്ലത് അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞാൽ 4 കൊടുക്കാനാണ് മനസ്സിലാക്കി അവര് പോകും. ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി യാതൊരു അറിവുമില്ല. ഈ ചെറുപ്പക്കാരന് ഒന്നും അറിയില്ല. ഇത് നിങ്ങളെ കയ്യിലുള്ള ഈ കൊണ്ടുവന്ന ചാക്ക് നിങ്ങളുടെയാണ്, ആ ചാക്ക് എന്റേതാണ്. നവാ അയാളെ കയ്യും കൂട്ടി അകത്തേ കൊണ്ടുപോയി വേറെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട ഗോതമ്പിൽ നിന്ന് നിറയെ വാരിക്കൊടുത്തു. മഹാനവറുകൾ ഇത് കെട്ടിക്കൊടുത്തു, തലയിലേറ്റി കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഒറ്റക്ക് പോകണ്ട, നിങ്ങളെ വീട് എവിടെയാണ്? വീട് പറഞ്ഞപ്പോ ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു നല്ലോണം അറിയുന്ന സ്ഥലമാണ്. ഒറ്റക്ക് പോയാൽ ഒരു പക്ഷേ ഇത് വേറെ ആളെ കയ്യിലെത്തിപ്പോകും. വേറെയും ഇങ്ങനെ ആവശ്യപ്പെട്ടു പോകുന്നവരുണ്ടാകും. അതുകൊണ്ട് ഞാനും കൂടെ വരാം. വീട്ടിലേക്കുള്ള വഴിയുടെ അടുത്തെത്താ നേരത്ത് എത്ര വലിയ മനസ്സാണ് അവരെ മനസ്സ് നോക്ക് നിങ്ങൾ. അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനോട് പറയുന്നു, മോനെ
നീ ഇതിലൂടെ നേരെ പോയാ നിന്റെ വീട്ടിലേക്ക് എത്താൻ പറ്റും. എനിക്കങ്ങനെയാ മനസ്സിലാകുന്നത്. വഴിതിരിഞ്ഞോന്ന് വെച്ച് വഴിയൊക്കെ മനസ്സിലായി. രാത്രിയല്ലേ, ആരാരും കാണാത്ത നേരത്തല്ലേ. അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്ന് പറയാനുണ്ട്. ആദ്യം ഞാൻ വാതില് തുറന്നിട്ടത് ആരാണെന്ന് നോക്കാൻ വേണ്ടി ഞാനൊന്ന് റൂമിലേക്ക് നോക്കിയപ്പോ എന്നെ കണ്ടപ്പോ നിങ്ങൾക്ക് പേടി തോന്നിയോ? അതേ, എനിക്ക് പേടി തോന്നി. എന്നാൽ എന്നോട് മാപ്പാക്കണം. ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയതാണ്, നിങ്ങളെ ശിക്ഷിക്കാൻ നോക്കിയതല്ല. നിങ്ങൾ നിർവൃത്തിയില്ലാഞ്ഞിട്ട്, ഗതിയില്ലാഞ്ഞിട്ട് ഭക്ഷണത്തിന് വേണ്ടി വന്നാളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് എന്നെ പറ്റിയൊരു വിഷമവും കരുതരുത്. സന്തോഷത്തോടെ ചെറുപ്പക്കാരനെ വിട്ടുകളഞ്ഞു. വീട്ടിലെത്തിയിട്ട് അന്ന് രാത്രി ഉറക്കം വന്നില്ല. ആരാണ് റബ്ബേ ഈ മനുഷ്യൻ? അന്ന് മുഴുവനോ ചിന്ത. ആരാണിത്? ജീവിതത്തിലെ വലിയൊരു അനുഭവമല്ലേ ഇതാരാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അയാള് ഗതിയില്ലാതെ വന്ന ആളാണ് എന്ന് കരുതണമെങ്കിൽ എത്രമാത്രം മനസ്സിന്റെ പരിശുദ്ധി വേണം. അങ്ങനെ ആ ഒരൊറ്റ രാത്രി കൊണ്ട് ആ മനുഷ്യന്റെ ജീവിതം മൊത്തം മാറുകയാണ്. ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ. തീരെ ഉറക്കം വന്നില്ല. സുബിഹിക്ക് ശേഷം അന്വേഷണം തുടങ്ങി ജനങ്ങളോട്, ആരാണിത്? ഉമ്മു അബീദ ഗ്രാമത്തിൽ വന്ന് ചോദിക്കുമ്പോ ആളുകൾ പറഞ്ഞു, നിങ്ങൾ പറയുന്ന റിഫായി ശൈഖിനെയാണ്. അവിടെയുണ്ട് ഒരു ചെറിയ കെട്ടിടം. ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ മഹാനവറുകൾ ശിഷ്യന്മാർക്ക് ശിക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. അവിടേക്ക് പോയാൽ നിങ്ങൾക്ക് ആളെ കാണാം. വീണ്ടും കാണണമെന്ന മോഹമുദിച്ചു. കാരണം നല്ല സന്മനസ്സല്ലേ. ഒരു നിലക്കും ഒരു ധാരണ പശക് പോലും ആ മനസ്സിലില്ലല്ലോ. എത്ര സന്തോഷകരമായ, എത്ര മുസ്തഖീമായ നിലക്ക് നടക്കുന്ന മനുഷ്യന്റെ ഖൽബാണ്. വീണ്ടും അവിടെ എത്തുമ്പോ ചെറിയൊരു പേടി മനസ്സിൽ വന്നു. ഇന്നലെ എന്നെ പിടികൂടിയത് ആ വീട്ടിന്റെ റൂമിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരവസ്ഥയിലല്ലേ. പിടികൂടിയപ്പോൾ ഞാൻ സത്യത്തിൽ കള്ളനാണല്ലോ. അതേ ഒരു ഭാവമാറ്റം എന്നോടുണ്ടാകുമോ? അച്ചെറുപ്പക്കാരൻ പറയുന്നു, ഇല്ല. എന്നൊരു പുതിയ അതിഥിയെ സ്വീകരിക്കും പോലെ കൈപിടിച്ച് സ്വീകരിച്ച് അവിടുത്തെ സദസ്സിൽ എന്നെ ഇരുത്തി. പിന്നെ ജീവിതത്തിൽ ഞാൻ മഹാനവറുകളെ വിട്ടിട്ടില്ല. സുബ്ഹാനമൻ ജല്ല ജലാലുഹു. എന്തൊരു ക്ലിയറാണ് അവരെ മനസ്സ്. ഒരു ധാരണ പശക് പോലുമില്ല. ഇജ്തനിബൂ കസീറം മിനൽ അധികരിച്ച ധാരണകളെയും നിങ്ങൾ വർജിക്കണം. കുറച്ചല്ല, ഒന്നിനും കൊള്ളാത്തവരായിട്ട് അങ്ങനെ പറഞ്ഞില്ല. ഒരു വസ്തുവിനോ ഒരു മകനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. സത്യത്തിൽ 2 കൈയും 2 കാലും വൈകല്യമുള്ളൊരു മോനാന്ന് ഊട്ടിക്കൊള്ളുക. ആ മോൻ കാരണമായിട്ടായിരിക്കും അള്ളാഹു റഹ്മത്ത് അങ്ങനെ തരുന്നത്. അപ്പൊ ഒരു ബാപ്പാന്റെ അല്ലെങ്കിൽ ഒരു ഉമ്മാന്റെ ഭാഷ ഒരു മുടക്കാചരക്കാണ് ഉസ്താദേ, പറയാൻ പാടില്ല. അതിനെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു തആല നിങ്ങൾക്ക് അന്നം തരുന്നത്. നിങ്ങളെ കിണറ്റിലെ വെള്ളം വറ്റിപ്പോകാത്തത് ഒരു കുറ്റവും ചേർക്കപ്പെടാത്ത ഒരു കുട്ടി ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അതിനെ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അതൊരു ഭാരായി എന്നല്ലാതെ എന്താണ് അങ്ങനെ പറയരുത്. അങ്ങനെ എത്രയോ പറയുന്ന ഭാഷ അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ നോക്കൊരു ബാപ്പ മരണപ്പെട്ടു പോയ കുട്ടിയെ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയെ കൂട്ടിയിട്ട് ഒരാളിങ്ങനെ വരും. ധാരാ വരുന്ന ആളാരാ? ഈ കുട്ടിയുടെ വല്യപ്പൻ. ഉസ്താദേ, ഇവന് ബാപ്പല്ല. അങ്ങനെ പറഞ്ഞാൽ ആ കുട്ടിയെ പരിഹസിക്കലാണ്. അപ്പൊ ആ കുട്ടി എഴുതും, വല്യാപ്പ സംഗതി ബാപ്പാന്റെ സ്ഥാനത്തൊന്നും അല്ലപ്പോ. ഇത് തൽക്കാലം ഒരു സ്ഥലത്തെത്തിട്ടെ പിന്നെ അതിനെ തള്ളാന്നാണ് തോന്നുന്നു വല്യാപ്പാന്റെ നിലപാട്. കാരണം ഇപ്പോഴും ബാപ്പല്ല എന്നല്ലേ പറയണത്. അല്ലെങ്കിൽ ദ്വാക്കാൻ പറയുമ്പോ അങ്ങനെ എന്റെ ഒരു മകളെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, 2-3 കുട്ടികളൊക്കെ ഉണ്ട്, നിങ്ങൾ നല്ലോണം ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ആ കുട്ടിനെ എങ്ങനെ കൂട്ടിയുണ്ടെന്ന് ഇവന് ബാപ്പല്ല എന്ന് പറഞ്ഞാല് അതൊരു പരിഹാസമാണ്. ചിലര് പറയാം എങ്ങനെ ഉസ്താദേ ഇവൻ എത്തീമാണ്, ഇനി എന്താണ് ആ കുട്ടിയുടെ സനാതനാകുക? എന്നാണ് അങ്ങനത്തെ ഒരു അനാഥത്വം എന്നിൽ നിന്ന് വിട്ടുമാറിയിട്ട് നോക്കാൻ ആളുണ്ട് എന്നൊരു ചിന്ത വരണ്ടേ? അതുകൊണ്ട് ഇങ്ങനെ പറയുന്ന വാക്ക് പോലും ഉണ്ടാകരുത്. പരിഹാസം വളരെ ഗൗരവമുള്ളതാണ്. ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയി പോകും. ചിലര് പറയും പരിഹാസ സ്വഭാവത്തിൽ എന്ത് നിസ്കാരം,
എന്ത് ദിക്റ്, എന്ത് സ്വലാത്ത്, എന്ത് ആലിമീങ്ങള്, എന്ത് യത്തീം കുട്ടികള്, എന്ത് തങ്ങന്മാര് ലാഘവത്തോടെ പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിലപ്പോ എന്തെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ പറഞ്ഞതിന്റെ പേരിലോ കേട്ടതിന്റെ പേരിലോ ആയിരിക്കും. പക്ഷേ സുഹൃത്തുക്കളെ, ഈമാന് പോയി പോകും. ഫത്ഹുൽ മുഈനിൽ കണ്ടില്ലേ നിങ്ങൾ രിദ്ദത്തിന്റെ ബാബില് രണ്ടാമതായി എണ്ണിയതാണ് ബിസ്തിഹ്സാഇൻ, പരിഹാസം കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹു ബഹുമാനിച്ചതിനെ പരിഹസിച്ചു പോയാൽ എന്റെ ബാപ്പ വരുന്നുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് നല്ല രൂപത്തിലിരിക്കും. എന്ത് ബാപ്പ? അയാളൊക്കെ ബാപ്പാകുന്നതിനേക്കാൾ നല്ലത് വേറെ ആരെങ്കിലും ബാപ്പാകുക നല്ലത്. പരിഹാസം മതി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പരിഹസിക്കരുത്. എന്തെല്ലാം തരം പരിഹാസമുണ്ട്, കളിയാക്കലുണ്ട്. സ്വതക്ക കൊടുത്ത ആൾക്കാരെ പരിഹസിച്ചപ്പോഴല്ലേ പരിശുദ്ധ ഖുർആനിൽ വളരെ ശക്തമായിട്ട് ആയത്തിറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ദിവസം സ്വഹാബത്തിനോട് പറഞ്ഞു, എല്ലാവരും കഴിവിന്റെ പരമാവധി സംഭാവന ഉണ്ടെന്നു. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 4000 ദിർഹം കൊടുത്തു. മഹാനവറുകൾ പറയാണ്, 8000 ദിർഹം എന്റെ കയ്യിലുണ്ട്, 8000 ഉണ്ട്, ഞാൻ പകുതി എന്റെ കുടുംബത്തിന് വേണ്ടി വെച്ചു, പകുതി കൊടുത്തു, 4000 ദിർഹം കൊടുത്തു. അപ്പോ ഈ 4000 ദിർഹം ഞാൻ അല്ലാഹു തആലാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നബി തങ്ങൾ കൊടുത്തതാണ്. തങ്ങൾ എനിക്ക് ദുആ ചെയ്തു തന്നു, ബാറക്കല്ലാഹു ലക ഫീമാ അഅതൈത വഫീമാ അംസക്ത. നിങ്ങൾ തന്നേലും അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരട്ടെ, നിങ്ങളവിടെ ബാക്കി വെച്ചതിലും അല്ലാഹു ബർക്കത്ത് തരട്ടെ. എന്തായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു ഇതുപോലെ കൊണ്ടുവന്നു, പകുതി അവിടെ വെച്ച് പകുതി കൊണ്ടുവന്നു. ആസിം ബിൻ അദി റളിയല്ലാഹു അൻഹു മഹാനവർകൾ 70 വസ്തു കൊട്ട, 70 കൊട്ടാന്ന് കൂട്ടിയാ പോരാ, അതിലും കൂടുതൽ വരും, സ്വതക്ക കൊണ്ടുവന്നു, കാരക്കയാ കൊണ്ടുവന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു വലിയ സംഭാവന കൊണ്ടുവന്നു. അബൂ അഖീൽ എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്, വളരെ പാവപ്പെട്ട സ്വഹാബിയാണ്. ഒരൊറ്റ സ്വായ കാരക്ക കൊണ്ടുവരാനേ സ്വഹാബി കഴിഞ്ഞുള്ളൂ. ഒരു സ്വായ എന്ന് പറഞ്ഞാൽ അത്ര കൂടുതലൊന്നും ഉണ്ടാകൂല, അത് ഏകദേശം ഒരു 3-4 കിലോനെ വരുള്ളൂ കൊണ്ടുവന്നു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഞാന് കഴിഞ്ഞ രാത്രി ഒരാൾക്ക് വേണ്ടി, അയാളെ തോട്ടം കാക്കാൻ വേണ്ടി, തോട്ടത്തിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി പോയിട്ട് കിട്ടിയ കൂലിയാണ് 2 സ്വായ കാരക്ക. ഒരു സ്വായ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു നബിയെ, മറ്റൊരു സ്വായ ഭാര്യക്കും മക്കൾക്കും വേണ്ടി വീട്ടിൽ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതിനും ദ്വാരന്ന് കൊടുത്തു, ചെറുതിനും ദ്വാരന്ന് വലുതിനും ദ്വാരന്ന്. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന മുനാഫിക്കുകൾ പറഞ്ഞു, അയാൾ കുറച്ച് കൊടുത്തത് ഏറെയായിപ്പോയി, തോനെ കൊടുത്ത ആളെ പറ്റി. ഒരു സ്വായ കൊടുത്തു, ഇയാളെ സ്വായ കൊണ്ട് എന്താകാനാ, ഇയാള് കൊടുത്ത സ്വായ കൊണ്ട് എന്ത് കിട്ടാനാ, ഇത് കൊടുക്കുന്നതിനേക്കാൾ നല്ല കൊടുക്കാതിരിക്കല്ലേ. കുറച്ച് കൊടുത്തവരെയും പരിഹസിച്ചു, കൂടുതൽ കൊടുത്തവരെയും പരിഹസിച്ചു. അപ്പോഴല്ലേ അല്ലാഹു തആല പറഞ്ഞത്, അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ്സദഖാതി, അതേ കൂടുതൽ കൊടുത്ത മുഅ്മിനീങ്ങളെ കളിയാക്കുന്നവർ, വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും, കഴിവിന്റെ പരമാവധി അധ്വാനിച്ചിട്ട് കിട്ടിയത് മാത്രം കൊടുത്തവരെയും പരിഹസിച്ചവർ, ഫയസ്ഖറൂന മിൻഹും, എന്നിട്ട് അവരെയും അവർ കളിയാക്കി. സഖിറല്ലാഹു മിൻഹും, ആ പരിഹാസത്തിന് അല്ലാഹു തിക്തഫലം കൊടുക്കും. വലഹും അദാബുൻ അലീം, അവരെ ശിക്ഷ ഇവിടം കൊണ്ട് തീരൂല, വേദനിപ്പിക്കുന്ന ശിക്ഷ അവർക്ക് വരാനുണ്ട്. സ്വതക്ക കൊടുത്തതിനെ പറ്റിയാണ് ഈ പരിഹാസം സംഭവിച്ചത്. നിങ്ങൾ നോക്ക്, ഇതുവരെ എത്ര ഗൗരവത്തിലാണ് അല്ലാഹു തആല കണക്കിലെടുത്തത്. അപ്പൊ സഹോദരങ്ങളെ, സാധാരണ പലരും അങ്ങനെ പറയും അല്ലേ, ഒരു കല്യാണത്തിന് ആൾക്കാർ കൊണ്ടുവരുന്ന ലക്കൗട്ട് ചെയ്താൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും ചിലപ്പോ, ഇവിടെ പതിവുണ്ട ഉണ്ട്. അപ്പൊ ഒരാള് നല്ലോണം കൊടുക്കാൻ കഴിവുള്ള ആളാണ്, അയാള് ഒരു കവർ അയാൾ കൊണ്ടുവന്നു. ആ കവർ കിട്ടിയപ്പോ ഞാനും എഴുതാനിരിക്കരുത്, എഴുതാ ഇരിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, ഇതായിരിക്കണം, പക്ഷെ നല്ല മനസ്ഥിതിയോടെ നല്ല വാക്കോടെ ഇരിക്കണം. അയാളെ കുറച്ചൊക്കെ നല്ല സമ്പന്നനായിരുന്നു നേരത്തെ. അയാളെ സമ്പത്ത് പഴയ കാലത്തെ പരിഗണിച്ചു നോക്കുമ്പോ അയാൾക്ക് ഒരു 50,000 ഒക്കെ കൊടുക്കാൻ പറ്റും. ഇത് അയാൾ അത്രയും ബന്ധമുള്ള ഒരാളാണ്. ഈ കല്യാണം കഴിക്കുന്ന ആൾ, അല്ലെങ്കിൽ ആ പെണ്ണ് അല്ലെങ്കിൽ ആണ്, ഒരു സഹായമാണല്ലോ, ജനങ്ങളൊക്കെ അങ്ങനെ പൊതുവെ അങ്ങനെയല്ല. പക്ഷെ അയാൾ ഒരു 10,000 രൂപ കൊണ്ടുവന്നു. അപ്പൊ കവർന്നിങ്ങനെ എടുത്ത് എഴുതുന്നാള്,
ഞങ്ങൾക്ക് 2 ലക്ഷം തരാനുള്ള കഴിവില്ലേ? അയാൾ ഇപ്പൊ വല്ലാത്തൊരു താന്ന അവസ്ഥയിലാണ്. അത്ര ഇല്ല, കുറെ കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വിഷമിക്കും. അത് ഇവരറിയോ? ഇവരിപ്പോ ഏതിന്റെ കൂല ഇവർ കിട്ടുക, അല്ലെ പരിസ്ഥിതിന്റെ കുറ്റോ? വേറെ ആള് കൊണ്ടുവന്ന് കൊടുത്തു, അയാൾക്കില്ല, എവിടുന്നൊക്കെയോ കടം വാങ്ങിയിട്ട് അയാൾ 5000 കൊണ്ട്. ഇങ്ങനെ 5000 കൊണ്ട് ഇത് നടക്കാനാണ്? ആ ചെമ്പിനെന്നെ വാടക കൊടുക്കാതെ തികയില്ല. അപ്പൊ 5000-ത്തെയും നേരത്തെ കൊണ്ടുവന്ന 10,000-ത്തെയും 50,000-ത്തെയും ഒക്കെ കളിയാക്കിയാൽ സുബ്ഹാനല്ലാഹ്, കളിയാക്കുന്നത് വലിയ ഗൗരവമുള്ള വിഷയാണ്. കളിയാക്കാൻ പാടില്ല. ഒരാള് നടന്ന നടത്തം അഭിനയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ മറ്റൊരാള് നടന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾക്ക് അങ്ങനെ നടത്തം കൊടുത്തത് അല്ലാഹു തആലയല്ലേ? ആ നടത്തത്തിന് അയാൾക്ക് നല്ല പ്രതിഫലമുണ്ട്. നിങ്ങൾക്ക് 2 കാലിൽ നേർക്ക് നേരെ നടക്കാൻ കഴിവ് തന്നിട്ടും മറ്റേയാളെ കളിയാക്കിയാൽ ഒരുപക്ഷെ നിങ്ങളെ 2 ചൊവ്വായ കാല് അയാൾക്ക് കൊടുത്തേക്കും, അയാളെ കേടായ കാല് നിങ്ങൾക്കും തന്നേക്കും. അത് ശരിക്ക് ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. കളിയാക്കിയപ്പോഴല്ലേ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു വലിയ ശിക്ഷ കൊടുത്തത്? അവരെ ഒരുത്തർ പോയി മസ്ഖാറ കണ്ടാരേ, അവരുടെ നാടീനെ തീയാൽ നിറച്ചോവർ. ഷെയ്ഖ് ജീലാനി തങ്ങളെ ഒരാളങ്ങ് പോയി പരിഹസിച്ചവന്റെ നാട് മൊത്തം തീ നിറച്ചങ്ങ് കാണിച്ചു കൊടുത്തു. അയാളാകെ പേടിച്ചുപോയി. കളിയാക്കാൻ വേണ്ടി വേറൊരു കൂട്ടര് അംഗവൈകല്യമുള്ള ഒരു കുട്ടിയെ കൊട്ടയിലാക്കി കൊണ്ടുവന്നു. ഇതിന് നടക്കാൻ കഴിയൂല എന്ന് പറഞ്ഞു. നടക്കുന്നു പറഞ്ഞു, കൊട്ടന്റെ മൂടി തുറന്ന് നടക്കുന്നു പറഞ്ഞു. 2 കാലോട് നടക്കാൻ കഴിയാത്ത കുട്ടി നടന്നു പോയി. വേറൊരു കൂട്ടര്, ഇത് ഒരു കളിയാക്കാനെ, വേറൊരു കൂട്ടര് ഇതിപ്പോ കൊണ്ടുവന്ന് നേർക്ക് നേരെ. അപ്പൊ വേറൊരു കൂട്ടർ എന്ത് ചെയ്തു? വേറൊരു കുട്ടിയെ, നടക്കാൻ കഴിയുന്ന കുട്ടിയെ കൊട്ടയിലാക്കി കൊണ്ടുവന്നു. നടക്കാൻ കഴിയില്ല. എന്നാ അതിന് കഴിയൂല എന്ന് പറഞ്ഞു. നടക്കാൻ കഴിയുന്നതിനെ ഇപ്പൊ കൊണ്ടുവന്നത്. അപ്പൊ അത് വൈകല്യമായി മാറി. പിന്നെ നടന്നിട്ടില്ല. നടക്കാൻ കഴിയാത്തിന് കൊണ്ടുവന്നപ്പോ നടന്നോടുന്ന് പറഞ്ഞു. നിങ്ങൾ നോക്ക്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പരിഹസിച്ചതല്ലേ. അപ്പൊ അതിന് കിട്ടിയ ഫലാണത്. അതുകൊണ്ട് പരിഹസിക്കാൻ പാടില്ല. മുനാഫിക്കുകളിൽ നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമം നേരിട്ടത് അവർ പരിഹാസത്തിന്റെ ചിന്ത കൊണ്ടല്ലേ. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. എന്താണ് അവരെ പരിഹാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ എവിടെന്നെങ്കിലൊക്കെ ഗനീമത്ത് ഇങ്ങനെ വരുന്നുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പതുക്കെ അവിടെ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കും. അപ്പൊ മറ്റുള്ളവർ കണ്ടാൽ നിങ്ങളെന്താ അവിടെ പോയത്? അതൊന്നുമല്ല, അത് കുറച്ച് അവിടെ നിങ്ങൾ കിട്ടാണ്ടായതുകൊണ്ട് പോയതാണ്. ഇന്നാമാക്കും, ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഇന്നമാന എന്റെ മുസ്തഹസിഖോ. പരിഹസിക്കാൻ വേണ്ടി എന്തൊക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടി പോയതാണ്. എന്തൊക്കെ അതിലുണ്ട് എന്ന് നുള്ളിപ്പെറുക്കി എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് പറയാൻ വേണ്ടി പോയതാണ്. അതിനാണ് അള്ളാഹു പറഞ്ഞ അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അവരെ പരിഹാസത്തിന് അല്ലാഹു തആല തിക്തഫലം കൊടുക്കും. വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. അവരവരുടെ ആ വിഭ്രാന്തിയിൽ തന്നെ പരിഭ്രമിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുകയും ചെയ്യും. അവർക്ക് കാര്യമായിട്ട് ഫലമൊന്നും കിട്ടൂല. സഹോദരങ്ങളെ, നിങ്ങളുടെ വിഷയമാണ്. ഞാൻ ചുരുക്കി പറഞ്ഞ സമയം അങ്ങനെ പോകുന്നുണ്ടിരിക്കട്ടെ. 3-ാമത്തെ ഒന്ന്. 4-ാമത്തതായി നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വല്ലുൽ ബസ്വരി അൻ മഹാരിമില്ലാഹ്, അല്ലാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് കണ്ണിനെ ചിമ്മുക. കണ്ണ് വലിയൊരു വിഷയമാണ്. നോമ്പിന്റെ വിഷയത്തിലും ഗസാലി ഇമാമ് തങ്ങളത് പറഞ്ഞിട്ടുണ്ട്, കണ്ണിന്റെ നിയന്ത്രണം. കാരണം കണ്ണുകൊണ്ടല്ലേ മറ്റു ചിന്തകളൊക്കെ വരുന്നത്. കുല്ലുൽ ഹവാദിസി മബ്ദാഹാ മിനൻ നദരി, എല്ലാ ആവൽസന്ധികളുടെയും ആരംഭം നോട്ടം കൊണ്ടാണ്. നോട്ടം നിയന്ത്രിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. പരിശുദ്ധ ഖുർആൻ സ്ത്രീകളോടും പുരുഷന്മാരോടും വെവ്വേറെ തന്നെ നിയമം പറഞ്ഞിട്ടുണ്ട്. നോക്കാൻ പറ്റാത്തത്, കാണാൻ പറ്റാത്തത് കണ്ടാൽ കണ്ണു ചിമ്മണം. കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. വിശ്വാസികളായ പുരുഷന്മാരോട് പറഞ്ഞു കൊടുക്കൂ നബിയെ, കാണാൻ പറ്റാത്തത് കാണുന്ന നേരത്ത് കണ്ണ് ചിമ്മട്ടെ. കണ്ണ് ചിമ്മുമ്പോൾ വയഹ്ഫളൂ ഫുറൂജഹും, കണ്ണ് ചിമ്മിയിട്ട് അവർ സ്വകാര്യതയെ സൂക്ഷിക്കട്ടെ. എന്നാൽ അതിന് കഴിയും. അതാണ് അവർക്ക് ഏറ്റവും വലിയ ആത്മശുദ്ധി നൽകുന്നത്.
കാണാൻ പറ്റാത്ത രംഗങ്ങളില്ലേ, കണ്ണ് ചിമ്മണം, കഴിവിന്റെ പരമാവധി സൂക്ഷിക്കണം, കാണാൻ പറ്റാത്തത് നോക്കരുത്, നോക്കേണ്ട സാഹചര്യം വന്നാലും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നിക്കാഹിന്റെ സന്ദർഭത്തിലും നോട്ടം പരിമിതപ്പെടുത്തിയത്. പരിധി വിട്ടുപോകാൻ പാടില്ല. പുരുഷനും അങ്ങനെ തന്നെ, സ്ത്രീയും അങ്ങനെ തന്നെ. രണ്ടുപേർക്കും നോക്കേണ്ട ഭാഗം കൈയും മുൻകൈയും മുഖവുമല്ലേ, അതിലപ്പുറം നോക്കാൻ പറ്റുമോ? ഇല്ല. സ്ത്രീ മറച്ചു വെക്കണം. അതേ പുരുഷന്റെ ശരീരത്തിൽ നിന്ന് സ്ത്രീ കാണേണ്ടതും കൈയും മുൻകൈയും മുഖവും തന്നെയാണ്. ജീവിതത്തിന് വേണ്ട ആവശ്യങ്ങളൊക്കെ ആ കാഴ്ചയിലൂടെ നടക്കുമോ? നടക്കും. അവരെ ജീവിതത്തിൽ വേണ്ട സുഖ സൗകര്യങ്ങളും ജീവിതത്തിൽ വേണ്ട സമ്പർക്കവും ജീവിതത്തിൽ വേണ്ട സുഖവും എല്ലാം നടക്കും. അതെ, ഇവിടെ നമ്മൾ ഡയറക്റ്റായി മറ്റൊരു പെണ്ണിനോട് ആണിനോട് സംസാരിക്കുമ്പോ അവിടെ സഹോദരങ്ങളെ ബന്ധങ്ങളും അല്ലാത്തതും ശരിക്ക് ചിന്തിക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. സംസാരിക്കുകയാണ്, നോക്കിയാൽ അവിടെ നിഷിദ്ധം വന്നു പോകുന്ന നേരമാണെങ്കിൽ നീ തല താഴ്ത്തിയിട്ട് സംസാരിച്ചോ. നിന്നോട് പറയുന്ന സ്ത്രീയിലേക്ക് നീ നോക്കണ്ട ആവശ്യം കേട്ടാൽ മതി. ഒരു പെണ്ണ് വന്നിട്ട് താതേ വലിയ വിഷമുണ്ട് എന്ന് പറയാണ്. ആ പെണ്ണ് അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞ നമ്മളങ്ങനെ കേട്ടാ മതി, നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞ കേട്ടാ പോരെ, കേട്ടാ മതി, ഇങ്ങനെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഡോക്ടർമാരങ്ങനെയല്ല, അവർക്ക് ചികിത്സിക്കാൻ ചിലപ്പോ നോക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ മരുന്ന് വെച്ചു കൊടുക്കും, നീ എങ്ങനെ പരിശോധിക്കും? സാക്ഷി നിൽക്കാൻ സഹോദരിയെ കാണേണ്ടി വരും. അതുപോലെ കാണേണ്ട ചില രംഗങ്ങളുണ്ടോ, കാണേണ്ടി വരും. ഇപ്പോൾ പഠിക്കുന്ന സന്ദർഭത്തിലും ചില വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോ നോക്കേണ്ടി വരും. നോക്കിയിട്ട് അവർ ചൊല്ലുന്നതും പറയുന്നതും കേൾക്കേണ്ടി വരും. ഖുർആനോത്ത് പഠിക്കുന്ന ഒരു സഹോദരിയാണെങ്കിൽ മഖ്റജ് ഉച്ചരിക്കുന്നത് കാണേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒഴികെ അല്ലാത്ത ഘട്ടങ്ങളിൽ നോക്കരുത്. കഴിവിന്റെ പരമാവധി നിയന്ത്രിക്കണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം വല്ലാതെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വഴിയോരങ്ങളിൽ ഇരിക്കുന്നവരോടും കൃത്യമായി നിയമം പഠിപ്പിച്ച പദങ്ങൾ പറഞ്ഞു. വഴിയോരത്ത് ഇങ്ങനെ ഇരിക്കുന്ന സ്വഹാബിമാരെ കണ്ടപ്പോ എന്തിനാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, നബിയെ, ഞങ്ങള് കാര്യമായ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണ്ടി ഇരിക്കാണ്, വെറുതെ ഇരിക്കല്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഹദീസൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകും. ഫൈദാ അബൈതും ഇല്ലൽ മജ്ലിസ്, ഇരുന്നെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ ഫഅതു ത്വരീഖ ഹഖഹു, കുറച്ച് നിയമങ്ങൾ നിങ്ങൾ പാലിക്കണം. ഇസ്ലാമിന്റെ ട്രാഫിക് നിയമങ്ങളാണ്. എന്താണ് ഇവിടെ ഇരിക്കുന്നവർ പാലിക്കേണ്ടത്? ഒന്നാമതായിട്ട് ഗദ്ദുൽ ബസരി, കാണാൻ പറ്റാത്തത് കാണേണ്ട സാഹചര്യം വരുമ്പോ കണ്ണ് ചിമ്പണം. വഖഫുല്ലദാ, ശല്യം തടയണം, ആർക്കും ശല്യം ചെയ്യരുത്. റദ്ദുസ്സലാമി, സലാം പറഞ്ഞാൽ മടക്കണം. വല്ലംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി, നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും വേണം. പെട്ടെന്നൊരു നോട്ടം നോക്കിപ്പോയാലോ, ഇസ്രിഫ് ബസറക്ക്, നിന്റെ കണ്ണിനെ നീ തിരിച്ചു കളയണം. അപ്പൊ ചിലർ ചോദിക്കുന്നത്, ഒരു നോട്ടം അനുവദനീയല്ലേ? അതെന്നെ അങ്ങോട്ട് ചിമ്മാതങ്ങ് നോക്കിയാ ഒന്നായിട്ടല്ലേ കൂട്ടുള്ളൂ. ഒരു നോട്ടം ഇങ്ങനെ ഒറ്റ നോട്ടം പറ്റുമല്ലോ. അൽ ഊലാലക് വൽ ഉഖ്റ അലൈക്, ഹദീസിലുണ്ടല്ലോ, ഒന്ന് നിനക്ക് അനുകൂലം മറ്റൊന്ന് പ്രതികൂലം. അപ്പൊ രണ്ടാമത്തെന്ന് പറഞ്ഞെങ്കിൽ താഴോട്ടൊന്ന് ചിമ്മണ്ടേ, ചിമ്മാതങ്ങനെ അങ്ങോട്ട് നോക്കിയാ പോരെ, അത് കിട്ടൂല. കാരണം ഒരു നോട്ടം എന്ന് പറഞ്ഞാൽ അവിചാരിതമായ നോട്ടാണ് ഉദ്ദേശം. അവിചാരിതമായി കണ്ടുപോയി എന്നാ പിന്നെ കാണാം. കണ്ണു കാണാത്ത സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വന്നപ്പോഴും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ നബിതങ്ങളെ കൂടെ ഇരിക്കുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും മറ്റു ഭാര്യ മൈമൂന ബീവിയും കൂടെ ഇന്ന് സംസാരിക്കുമ്പോഴാണ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത സ്വഹാബിയാണ്. ഇടക്ക് മദീനത്തെ പള്ളിയിൽ വാങ്ക് കൊടുക്കാൻ നബിതങ്ങൾ ഏൽപ്പിച്ചു പോകുന്ന, സുബഹിക്കൊക്കെ വാങ്ക് കൊടുക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വരുന്നു. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഹിത്തജിബാ, നിങ്ങൾ ഉള്ളിലേക്ക് പോകണം. ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്, ഉള്ളിലേക്ക് പോകണം. ഭാര്യമാരെ ചോദ്യം, നബിയെ, അലൈസ ഹുവ അഅമാ, കണ്ണ് കാണാത്ത സ്വഹാബിയല്ലേ, ഞങ്ങളെ കാണൂലല്ലോ.
തങ്ങൾ പറയുന്നത് ഞങ്ങൾ അറിയൂലല്ലോ, ഞങ്ങൾ ഇവിടെ ഇരുന്ന അറിയൂല, കാണൂലല്ലോ. തിരിച്ചു ചോദ്യം, അഫ അമ്യാമാനി അന്തുമാ, നിങ്ങളും കാണാത്തവരാണോ? എന്നാ രണ്ടു കൂട്ടർക്കും ഇരിക്കാം, ഒരു കുഴപ്പമില്ലല്ലോ, അങ്ങനെ അറിയില്ലല്ലോ, തൊട്ടെങ്കിലല്ലേ അറിയുള്ളൂ. അലസ്തുമാസു ബിസുറാനിഹി, നിങ്ങൾ അങ്ങോട്ട് കാണൂലേ? രണ്ടു കൂട്ടർക്കും ഉണ്ട് നിയമം. നിങ്ങൾ അങ്ങോട്ട് കാണുന്നു വിഷയാണ്, അവിടുന്ന് ഇങ്ങോട്ട് കാണുന്നു വിഷയാണ്. ഇങ്ങോട്ട് കാണൂല ശരിയാണ്, എന്നാൽ അങ്ങോട്ട് കാണൂലേ? അതുകൊണ്ട് മറഞ്ഞു നിൽക്കൂ, വീട്ടിന്റെ ഉള്ളിലേക്ക് പോകൂ. ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു എത്ര പ്രഗൽഭനായ സ്വഹാബി വര്യനാണ്. സഹോദരങ്ങളെ, ആ സ്വഹാബിയെ കണ്ടതുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടാകോ? ഇല്ല. എന്നാലും നിയമം അങ്ങനെ തന്നെയല്ലേ, എല്ലാവർക്കും അത് ബാധകമല്ലേ എന്നു മാത്രമല്ല, ആ വിഷയത്തിൽ വലിയ സൂക്ഷ്മതയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ചെറുതൊന്നുമല്ല, വലിയ സൂക്ഷ്മതയാണ്. സഹാബിമാർ പോലും അത് നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, ബഹുമാനപ്പെട്ട സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് കൂടുതൽ ഇണങ്ങി ജീവിച്ച സഹാബിയാണ്. തങ്ങൾക്ക് പലപ്പോഴും ഖിദ്മത്തിന് വേണ്ടി വന്നു നിൽക്കുന്ന ആളാണ് സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ ഒരു ആവശ്യത്തിന് വേണ്ടി നബി തങ്ങൾ പറഞ്ഞയച്ചപ്പോ ഒരൻസാരിയായ സഹാബിന്റെ വീടിന്റെ അടുത്തുകൂടെ പോയപ്പോൾ അവിടെ നിന്നതാ തന്റെ ഭാര്യ, അൻസാരിയായ സഹാബിന്റെ ഭാര്യ കുളിക്കുകയാണ്. കുളിച്ചപ്പോൾ ഒരു പ്രാവശ്യം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യവും നോക്കിപ്പോയി. ആവർത്തിച്ചൊന്നുകൂടി നോക്കിയപ്പോഴേക്ക് മനസ്സിൽ വല്ലാത്ത പേടി വന്നു. ഞാൻ ഈ രണ്ടാമത് നോക്കിയതിനെ പറ്റി വല്ല വഹയും വന്നേക്കുമോ? പേടിച്ച് സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഓടിപ്പോയി. ഫാതാജിബാലം ബൈന മക്കത വൽ മദീന, മക്ക മദീനന്റെ ഇടയിലുള്ള പല പർവ്വതങ്ങളിലും പോയി അവിടെ എങ്ങനെ താമസിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വഹാബിയെ അന്വേഷിക്കുന്നു, കാണുന്നില്ല. അന്വേഷിച്ച് 40 ദിവസമായി. സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു എവിടെ? ആ 40 ദിവസത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരാത്തൊരു 40 ദിവസം എന്ന് പറയുന്നത്. എവിടെയാണ്? സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അന്വേഷിക്കാൻ വേണ്ടി സ്വഹാബത്തിനെ പറഞ്ഞേക്കുന്നു. സ്വഹാബത്ത് പല ഭാഗത്തും പോയി നോക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇതും പറഞ്ഞു കൊടുത്തു, നബിയെ, ഇന്നൽ ഹാരിബ മിൻ ഉമ്മത്തിക ബൈന ഹാദിഹിൽ ജിബാലി യതഅബ്ബദുനി മിനന്നാർ. നരകത്തിൽ നിന്ന് പേടിച്ചു ഓടിപ്പോയൊരു സ്വഹാബിയുണ്ട്. ഒരു നോട്ടം ആദ്യം നോക്കിയിട്ട് രണ്ടാമത്തെ നോട്ടം നോക്കിയപ്പോൾ ഹറാമല്ലേ, എന്നിൽ നിന്ന് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് കരുതിയിട്ടങ്ങ് പേടിച്ചു ഓടിപ്പോയി. ഞാൻ നബി തങ്ങളെ ഹദറത്തിലെത്തുമ്പോ നീ എന്തിനാണ് രണ്ടാമതും നോക്കിയത് എന്ന് തങ്ങൾ ചോദിക്കൂലേ? എത്ര വലിയ സൂക്ഷ്മത നോക്കുക, എത്ര വലിയ ഖൗഫാണ് അവർക്ക്. അവരെ ബർക്കത്തുണ്ട്. അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മലകൾക്കിടയിലൂടെ നരകത്തിൽ നിന്ന് പേടിച്ചോടി നടക്കുന്നുണ്ട്. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ തങ്ങളെയും സൽമാൻ അൽ ഫാരിസി തങ്ങളെയും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരെയും വിട്ടിട്ട് വേഗം പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി വിട്ടു. രണ്ടുപേരും പോയി നോക്കുമ്പോ പലയിടത്തും അന്വേഷിച്ചു. അങ്ങനെ ഒരു ആട്ടിടയനെ കണ്ട പാട്ടിടയൻ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്നത് ആരെയാണ്? അതേ, ഒരു ചെറുപ്പക്കാരൻ 40 ദിവസമായി നബി തങ്ങളെ ഹദ്റത്തിൽ നിന്ന് പോന്നിട്ട്. ആ ആട്ടിടയൻ പറഞ്ഞു, റുഫാഖ എന്ന് പേരുള്ള ആട്ടിടയൻ പറഞ്ഞില്ല, അല്ലക തുരീദുൽ ഹാരിബ മിൻ ജഹന്നം. നരകത്തിൽ കടക്കാതിരിക്കാൻ ഓടി പോകുന്ന ഒരാളെയാണോ ഉദ്ദേശിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെയാണ് നരകത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ആളാണെന്ന് മനസ്സിലായത്? ആട്ടിടയൻ പറഞ്ഞു, അർദ്ധരാത്രിയായാൽ ഞങ്ങളിങ്ങനെ ആടിനെ ഒരു ഭാഗത്ത് ഇങ്ങനെ പല ഭാഗത്തും വിശ്രമിക്കാൻ വേണ്ടി വിടും. എന്നിട്ട് ഞങ്ങൾ വെള്ളം കുടിക്കാനും ഒന്ന് വിശ്രമിക്കാനും വേണ്ടി വെള്ളമുള്ളയിടത്തേക്ക് വരുമ്പോ ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് തായോട്ടൊരാൾ ഇറങ്ങി വരാറുണ്ട്. കൈ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് പറയാറുണ്ട്, യാ ലൈതക ഖുബിലത് റൂഹി ഫിൽ അർവാഹി വജസദി ഫിൽ അജ്സാദി വലം തുജർരിദിനി ഫീ ഫസ്ലിൽ ഖലാ. ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ
എന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടിട്ട് പരലോകത്ത് എന്നെ ഒരുമിച്ച് കൂട്ടാതെ വിട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നൊരു ചെറുപ്പക്കാരനെ കണ്ടിട്ടുണ്ട്. ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായത് നരകത്തിൽ കടക്കാതിരിക്കാനാണ് ഈ പേടിച്ചോടുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ ഇയ്യാഹു നുരീദു, ആ ചെറുപ്പക്കാരനെ തന്നെയാണ് കിട്ടേണ്ടത്. അതാ റുഫാഖ എന്ന് പറയുന്ന ആട്ടിടൻ ഈ സഹാബിമാരെയും കൂട്ടിയിട്ട് ആ പർവ്വതത്തിലൂടെ പോയി തെരഞ്ഞു നോക്കുമ്പോ ഒരു സ്ഥലത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട് സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. തലക്ക് കൈവച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, പറയുന്നുണ്ട്, പടച്ചോനെ എന്റെ ആത്മാവ് നീ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ പോയി പിടിച്ചിട്ട് ഇങ്ങോട്ട് അണച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, അൽ അമാൻ അൽ ഖലാസ മിനന്നാർ, നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് അഭയമുണ്ട്, നിങ്ങൾ ഞങ്ങളെ കൂടെ വരണേ, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബാണ്. ആ സമയത്ത് സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങളെ ഹളറത്തിലേക്കാണോ ഞാൻ വരേണ്ടത്? എന്നാൽ ഉമറേ, എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, ലാ തുദ്ഖിലുനി അലൈഹി ഇല്ലാ വഹുവ യുസല്ലി വബിലാലുൻ യഖൂലു ഖദ് ഖാമത്തിസ് സ്വലാ. നേരെ നബി തങ്ങളെ ഹളറത്തിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. സഹോദരങ്ങളെ, രണ്ടാമതായി ഒരു വിഷയം വന്നപ്പോ അത് അവിചാരിതമായി സംഭവിച്ചതാണ്, ബോധപൂർവമല്ല. എന്നാലും സഹാബത്തിന്റെ മനസ്സിലെ ഖൗഫ് കണ്ടില്ലേ, ഒരു നോട്ടത്തെ പറ്റിയുള്ള വിഷയം കണ്ടില്ലേ, എത്രമാത്രം ഭക്തിയാണ്, എത്രമാത്രം വലിയ പേടിയാണ്, അല്ലാഹുവിന്റെ നരകത്തെക്കുറിച്ചുള്ള പേടിയാണ്. നബി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേ എന്നെ ഹദ്റത്തിലേക്ക് കൊണ്ടുപോകാവൂ, ജമാഅത്തിനൊന്ന് കൂടാനാണ് എന്നെ കൊണ്ടുപോകേണ്ടത്, മറ്റു സദസ്സിലേക്കൊന്നും ഡയറക്റ്റായി എന്നെ കൊണ്ടുപോകരുത്. റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യാ, നിങ്ങൾ വരണം, അല്ലെങ്കിൽ വരൂല, നിങ്ങൾ കൂടെ വരണം, ആ സമയത്തെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ അതാ മദീനയിൽ എത്തി നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. പെട്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു സൽമാൻ ഫാരിസി തങ്ങളും സൊഫിലേക്ക് നിന്നു. അതാ പിന്നാലെ വരുന്നു സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓത്ത് കേട്ടിട്ട് വന്നേടത്തങ്ങ് ബോധം കെട്ട് വീണുപോയി. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയപ്പോ നബി തങ്ങൾ ചോദിക്കാണ്, യാ ഉമറു യാ സൽമാൻ മാ ഫഅല സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ. ഉമറേ, സൽമാനെ, എവിടെയാണ് സാലബ? ആ സമയത്ത് പറയുന്നു, നബിയേ, സാലബ റളിയല്ലാഹു അൻഹു ഇതാ ഉണ്ട്. സാലബ റളിയല്ലാഹു അൻഹു പറയുന്നു, ലബ്ബൈക യാ റസൂലല്ലാഹ്, തങ്ങളെ ഓത്ത് കേട്ടപ്പോ ഞാൻ ഇവിടെ വീണുപോയതാണ്. അല്ല സാലബ, എന്തേ നിങ്ങൾ മാറി നിന്നത്? ദംബി യാ റസൂലല്ലാഹ്, എന്റെ തെറ്റാണ് എന്നെ മാറ്റി നിർത്തിയത്. അഫലാ അദുല്ലുക അലാ ആയത്തിൻ തുകഫിറു ദുനൂബ വൽ ഖതായ, സർവ്വ തെറ്റുകുറ്റങ്ങളും പൊറുപ്പിക്കുന്ന ഒരു ആയത്ത് ഓതിത്തരട്ടെയോ സാലബ? അതേ നബിയെ, ഓതിത്തരൂ. നിങ്ങൾ പറയണം, അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അത് ചൊല്ലിക്കോളൂ, അല്ലാഹ് നിങ്ങളെ തെറ്റ് പൊറുത്തു തരും. സാലബ തങ്ങൾ പറയുന്നത്, ദംബി അഅ്ലമു യാ റസൂലല്ലാഹ്, എന്റെ തെറ്റ് അതിനേക്കാളും കടുപ്പമേറിയതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, ബൽ കലാമുല്ലാഹി അസ്സ വജല്ല അഅ്ലമു, അല്ലാഹുവിന്റെ കലാമാണ് നിങ്ങളെ തെറ്റിനേക്കാളും വലുത്. നിങ്ങളെ തെറ്റാണ് വലുത് എന്ന് നിങ്ങൾക്ക് തോന്നരുത്. അല്ല നബിയെ, എന്റെ തെറ്റാണ് വലുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കൽപ്പിച്ചു. സാലബ റളിയല്ലാഹു അൻഹു 8 ദിവസം രോഗബാധിതനായി വീട്ടിൽ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു വന്ന് പറയാണ്, നബിയെ, നിങ്ങൾ സാലബ റളിയല്ലാഹു അൻഹു പോയി കാണുന്നില്ലേ? രോഗം ഇപ്പോഴും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എന്തിനാണ് രോഗം വന്നത് സഹോദരങ്ങളെ? അല്ലാഹുവിനെ പേടിച്ചിട്ടാണ്.
രോഗം വന്നു എന്ന് എല്ലാവർക്കും അറിയും. എത്രയാണ് ആ ഖൗഫിന്റെ ഡിഗ്രി എന്ന് ആർക്കും അറിയില്ലല്ലോ. ആ ഒരു വിഷയത്തിന്റെ ഗൗരവം ആലോചിച്ചല്ലേ നമ്മൾ എത്ര ദിവസം ഇരുന്ന് കരയേണ്ടവരാണ്, എത്ര രാത്രി അധ്വാനിച്ച് ചിന്തിക്കേണ്ടവരാണ്. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. സഅലബ് റളിയല്ലാഹു അൻഹു കാണാൻ നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. അതാ അവിടെ എത്തുമ്പോ സഅലബ് റളിയല്ലാഹു അൻഹു കടത്തത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ട് സഅലബ് റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുത്ത് ശറഫാക്കപ്പെട്ട മടിയിൽ വെച്ചു. നബി തങ്ങളെ മടിയിലാണ് എന്റെ തലയെന്ന് മനസ്സിലാക്കിയപ്പോ തലയെടുത്തിട്ട് മറ്റൊരു ഭാഗത്തേക്ക് സഅലബ് റളിയല്ലാഹു അൻഹു കിടന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സഅലബാ, എന്തിനാണ് നിങ്ങൾ എന്റെ മടിയിൽ നിന്ന് തല മാറ്റിയത്? നബിയേ, ഇന്നഹു മിനദ്ദുനൂബി മൽആൻ, ഈ തല ദോഷം കൊണ്ട് നിറഞ്ഞ തലയാൻ. അപ്പൊ ചോദിച്ചു, സഅലബ മാ തജിദു, എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന അനുഭവം? ഒന്നുമല്ല നബിയെ, അജിദു മിസ്ല ദബീബിൻ നംലി ബൈന ജിൽദി വഅദ്മി, എന്റെ തോലിന്റെയും എല്ലിന്റെയും ഇടയിലൂടെ ചെറിയ ഉറുമ്പരിക്കും പോലെ എനിക്ക് അനുഭവം വരുന്നുണ്ട്. എന്താ സഅലബ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ബോധിയുള്ളത്? മഗ്ഫിറത്തു റബ്ബി, എന്റെ റബ്ബിന്റെ പാപമോചനമാണ്. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇന്ന റബ്ബക യഖറു അലൈക്കസ്സലാം, റബ്ബ് നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട്, കൂടെ പറയുന്നുണ്ട്, ഈ അടിമ ഭൂമി നിറയെ തെറ്റുമായിട്ട് എന്നെ സമീപിച്ചാലും ഞാൻ ഭൂമി നിറയെ മഗ്ഫിറത്ത് കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോട് ചോദിക്കുന്നു, ഞാനിത് പറഞ്ഞോട്ടെ? ഇത് പറഞ്ഞോളൂ നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വാക്ക് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്തോഷ വാർത്ത പറയിച്ചപ്പോ ഫസാഹ സ്വൈഹതൻ ഫമാതാ, ഒരു ചെറിയ ശബ്ദം ശബ്ദിച്ച് ബഹുമാനപ്പെട്ട സഅലബ് റളിയല്ലാഹു അൻഹു ഇഹലോകവാസം വെടിഞ്ഞു. ഒരു ദമ്പിന്റെ പേരിൽ ചിന്തിച്ചതാണ്, അതും ഒരു നോട്ടത്തിന്റെ പേരിലാണ് ചിന്തിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ജനാദ സംസ്കരണത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. കുളിപ്പിക്കുന്നിടത്തും തങ്ങളുണ്ട്, കഫൻ ചെയ്യുന്നിടത്തും തങ്ങളുണ്ട്. ജനാസയിൽ നടക്കുമ്പോ വിരല് മാത്രം നിലത്ത് കുത്തിയാണ് നടക്കുന്നത്. ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, റഅയ്നാക തംശി അലാ തുറാഫി അനാമിലിക, വിരല് കുത്തിപ്പിടിച്ച് മാത്രമാണല്ലോ തങ്ങൾ നടന്നത്, കാലിന്റെ പള്ള വെച്ചില്ലല്ലോ. ആ സമയത്ത് തങ്ങളെ മറുപടി, വല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയ്യാ മാ ഖദർതു അൻ ളാരിജിലി അലൽ അർളി മിൻ കസ്റതി അജ്നിഹതി മൻ നസല ലിതുശയ്യിഉഹു മിനൽ മലായിക. ഈ ജനാസ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് നിസ്കരിക്കാനും വേണ്ടി നിസ്കാരം കഴിഞ്ഞ് ജന്നത്തുൽ ബഖീയിലേക്കും ഈ ജനാസയുടെ കൂടെ പിന്തുടർന്ന മലക്കുകളെ ആധിക്യം കൊണ്ട് കാല് നേർക്ക് നേരെ വെക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തേ? അത്രയും മലക്കുകൾ വരാനുള്ള കാരണം അത്രയും വലിയ ആധ്യാത്മികമായ ചിന്തയാണ്. സഹോദരങ്ങളെ, അല്ല നിഷിദ്ധമാക്കിയതിൽ നിന്ന് അവരെ മനസ്സിൽ വന്നൊരു ബോധം നോക്ക് നിങ്ങൾ. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നിഷിദ്ധാവസ്ഥകളിൽ നിന്ന് കണ്ണിനെ ചിമ്മിപ്പിക്കുക. അത് കൽബിനെ നന്നാക്കും, അതുവഴി നമ്മളെല്ലാവരും നന്നാകും. അതുകൊണ്ടല്ലേ കണ്ണ് കാണാത്തവർക്ക് കാര്യമായി ദോഷമൊന്നും ഉണ്ടാകൂല. കാരണം അവരെ കൽബിൽ ആരെയും ചിത്രങ്ങളില്ല, എതിർ ചിത്രങ്ങളില്ല, നല്ല മനസ്സുള്ളവരാണ്. ഒരാളോടും അവർക്ക് ഹസദില്ല, ഒരാളോടും അവർക്ക് കിബിറില്ല, ഒരു വിഷയത്തിലും അവർക്ക് റിയാ ഇല്ല. അള്ളാഹു തന്ന കണ്ട് നല്ല വിഷയങ്ങളിലേക്ക് കൂടുതൽ നോക്കിയിട്ട് തെറ്റുകളിൽ നിന്ന് മോചിപ്പിച്ചെടുക്കണമെങ്കിൽ ഖുർആനിലേക്ക് നോട്ടം അധികരിപ്പിക്കുക. മക്കത്തെത്തുമ്പോ കഅബയിലേക്ക്
ഭാര്യയിലേക്ക് നോട്ടം അധികരിപ്പിക്കുക, ബാപ്പാന്റെയും ഉമ്മാന്റെയും മുഖത്തേക്ക് നോട്ടം അധികരിപ്പിക്കുക, അതുപോലെ തന്നെ മഹത്വമുള്ള അവസ്ഥയിലേക്ക് നോട്ടം അധികരിപ്പിക്കുക. അങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഇബാദത്ത് കിട്ടുന്ന നോട്ടങ്ങൾ പെരുപ്പിച്ച് കണ്ണിന്റെ ശുദ്ധി നിലനിർത്തുന്നതിലൂടെ ഖൽബിനെയും ശുദ്ധീകരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ ആ നോട്ടം നിയന്ത്രിക്കുന്നത് കൂടുതൽ ആത്മശുദ്ധി നൽകുന്നതാണെന്നല്ല പറഞ്ഞത്. അത് കാരണമായി നമുക്കൊക്കെ മുസ്തഖീമായ വഴിയിലൂടെ നടക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമ്മുടെ സദസ്സല്ല കബൂലാക്കി തരട്ടെ.